ഫൈനാൻസ് മാത്രമല്ല, നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോയി വീണ്ടും ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് മനസ്സിലാക്കണം. നമ്മുടെ ഓരോ വയസ്സ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുക, പുറകോട്ട് പോയി വീണ്ടും ആ പഴയ ലെവലിൽ ജോലി ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് എപ്പോഴും പ്രത്യേകിച്ച് മലയാളികൾ, NRI മലയാളീസിനൊക്കെ പറയുന്നത്, നിങ്ങൾ അവിടെ നിന്ന് ഓൺലൈനിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നാട്ടിൽ പോയി, ഏതായാലും ഓൾറെഡി താമസിച്ചു പോയി, നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആളെ നേരിട്ട് പോയി കാണ്, അവരെന്താ ചെയ്യുന്ന നോക്ക്, എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേ. പോകുമ്പോൾ വൈഫിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകും. മനസ്സിലായില്ല? അല്ലാതെ എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാതെ. ഇത് ഏത് കാര്യം ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാം. ഞാൻ അശ്വിനോട് ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തേ. അപ്പം അശ്വിന് സ്വന്തമായിട്ട് സമയവും അറിവും കഴിവും ഇതെങ്ങനെ റിസർച്ച് ചെയ്യുന്ന സ്വന്തം, വല്ലവരും പറഞ്ഞിട്ടല്ല, സ്വന്തമായിട്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പൈസക്ക് നിങ്ങൾ എത്ര സ്റ്റോക്ക് മേടിക്കും. ഇപ്പം MRFന്റെ സ്റ്റോക്ക് മേടിക്കണം 1.5 ലക്ഷം രൂപ കൊടുക്കണം. ഒരു സ്റ്റോക്ക് അശ്വിനോട് മേടിക്കാൻ പറ്റുമോ? അശ്വിൻ പ്ലാൻ ചെയ്യുന്ന 1 ലക്ഷം ആകെ. അതിനാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവർ ചെയ്തോളും നിങ്ങൾക്ക് വേണ്ടി. 2 മ്യൂച്വൽ ഫണ്ടുകാരുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഈ സ്റ്റോക്കിലൊന്നും അവരിടത്തില്ല. കാരണം വെച്ചാൽ ഈ ആദ്യത്തെ 500 കമ്പനികളിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വിൽക്കണമെങ്കിൽ ലിക്വിഡിറ്റി ഉള്ളൂ. ടോപ്പ് കമ്പനികളായിരിക്കും, റിസർച്ച് ഉണ്ട്, അനലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന 1-1.5% പ്രിൻസിപ്പൾ ഒരിക്കലും പോകില്ല. 2, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വേറെ റൂട്ടിൽ കൂടെ എൻട്രി ചെയ്യും. ഇത്രയും വിചാരിച്ചാൽ മതി.